ഹലോ കുട്ടീസ്, ലൈഫ് ഓഫ് ഐശ്വര്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂട്ടന് സർപ്രൈസ് ആയിട്ട് ലുലു മാളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ആണിത്. പാർട്ട് 1 എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇത് പാർട്ട് 2 ആണ്. ഞാനിപ്പോൾ എസ്കലേറ്റർ കയറിയാണ് മുകളിലോട്ട് പോകുന്നത്. ഈ എസ്കലേറ്ററിൽ കയറുന്ന വലിയ സംഭവമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എസ്കലേറ്റർ കയറുന്നത്. അതും എറണാകുളത്ത് ലുലു മാളിൽ വെച്ച്. അന്ന് എസ്കലേറ്റർ കയറി ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ പോകുന്നത് മസാജ് ചെയ്യാനാണ്. എല്ലാ തവണയും ലുലുവിൽ വന്ന് തെരാപ്പാര നടക്കുമ്പോൾ ഈ മസാജ് ചെയ്യുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് മസാജ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഒരു 150 രൂപയും കൊണ്ടുപോയാൽ ഇമാതിരി മസാജാണ് കിട്ടുന്നതെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ഇതുവഴി പോകുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഫുൾ ബോഡി മസാജ് ആണ് ചെയ്തെങ്കിൽ എൻ്റെ അമ്മ കാല് മാത്രമേ ചെയ്തോളൂ. ഈ ഫുൾ ബോഡി മസാജ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ചെയ്തു തന്നെ എൻ്റെ അമ്മ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് അമ്മ വന്നിരിക്കുകയാണ് ഗൈസ്. അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അമ്മ തന്നെ റിവ്യൂ അറിയാം. നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ. ഏകദേശം ഒരു 15 മിനിറ്റ് കാത്തിരുന്നോണ്ട് തന്നെ നെവിന്റെ ക്ഷമ മുഴുവൻ നശിച്ചു പോയിരുന്നു. അതിനിടയിലാണ് കർക്കിടക ഒന്നിന് അമ്പലത്തിൽ പോകാനുള്ള ഡ്രസ്സ് നോക്കാനായിരുന്നു ഞാൻ ഈ കടയിൽ പോയത്. കണ്ടൂരെ കൊണ്ടുപോയി കളിപ്പിക്കാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നെവൂട്ടന്റെ സർപ്രൈസ് ആയി പോയത് നമ്മളെ വെയിറ്റ് ചെയ്താണ്. ലുലു ഫാഷനും ലുലു ഹൈപ്പറും ആണ് സാധാരണക്കാരായ എന്നെ പോലുള്ള ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. എല്ലാം കഴിച്ചിട്ട് പിന്നെ ഷോപ്പിംഗ് തുടങ്ങാന്ന് വിചാരിച്ച് ലുലു ഹൈപ്പർ എന്ന് നല്ല അടിപൊളി കപ്പയും മീൻകറിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹൈപ്പറിലെ ഫുഡ് അത്ര കൊള്ളില്ല എന്നൊക്കെ റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കേക്കിന്റെ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ണാടിക്കൂട്ടിൽ എത്ര കേക്ക് ഇരുന്നാലും എന്റെ കണ്ണ് ആദ്യം പോകുന്നത് മിൽക്ക് കേക്കിനോടാണ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് കേക്ക്. പക്ഷെ ന്യൂട്ടനെ കൊണ്ടുപോയാൽ മിൽക്ക് കേക്ക് അല്ല, കളർഫുൾ ആയിട്ടുള്ള കേക്കുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓലക്കൊടിയന്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന മീനാണിത്. ഓലക്കൊടി എന്തായാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല, സൂപ്പർ ആയിരുന്നു. അതിനോട് വാങ്ങിച്ച കപ്പയും ചിക്കൻ അച്ചാറും ഒക്കെ അടിപൊളിയായിരുന്നു. ആഹാരം കഴിച്ചിട്ട് നേരെ ഫണ്ടൂറയിൽ പോയി. പിള്ളേരെ ഫണ്ടൂറെ കൊണ്ടുപോയുള്ള കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ കുറെ നേരം ഫണ്ടൂറെ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.